ഞാൻ മാസ്റ്ററിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാട്ടോ. അപ്പൊ ഞാനൊരു ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുക മാസ്റ്ററിന്റെ. അതിന്റെ അടിയിൽ വന്നൊരു കമന്റ്, അത് ആക്ച്വലി അതേ ആളൊരു 2-3 ഇന്റർവ്യൂവിന്റെ താഴത്തെ കമന്റ് ഇട്ടിട്ടുണ്ട്. ആ കമന്റ് ചോദിച്ചിട്ട് ഞാൻ തുടങ്ങാം. മാസ്റ്ററിന്റെ മനസ്സിലൊരു ഉഗ്രം കഥയുണ്ട്, അതൊരു സിനിമയായിട്ട് ഉടനെ പുറത്തു തരട്ടെ, എല്ലാ ആശംസകളും. അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? ഇല്ലേ? ഞാനാ ടൈപ്പല്ലാതെ. അപ്പൊ പിന്നെ അതേതോ ഫേക്ക് ഐഡിയ ആണോ? ആത്മാർത്ഥമായിട്ട് അതാണ് എന്നോട് ആത്മാർത്ഥമായ സ്നേഹമുള്ള ഒരാൾ പറയുന്നത്. ഏതോ ഒരാൾ ഈ പൊളിറ്റിക്സും സിനിമയും കൂടെ ഒരുമിച്ചുണ്ടാവാൻ പാടുപെടുന്നുണ്ടോ? എന്ത് പാടുക? ഒരു പാടില്ല. ഒരു പാടില്ല. സെലിബ്രിറ്റി പൊളിറ്റീഷ്യൻ ആയോ? അമ്മ സെലിബ്രിറ്റി അല്ലല്ലോ. അല്ലേ? അതെന്താ? അല്ല, അതെന്താണ് പക്ഷെ അത്ര സെലിബ്രിറ്റി അങ്ങനെ സെലിബ്രിറ്റിയേ അല്ല. നമ്മള് സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ച ഇപ്പോൾ ഇദ്ദേഹം വിളിച്ചു, ഇവർ രണ്ടുപേരും വന്ന് കഥ പറഞ്ഞു, സിനിമയിൽ അഭിനയിക്കുന്നു, നാട്ടിൽ തിരിച്ചു പോകുന്നു, വീണ്ടും പഴയതുപോലെ തന്നെ. സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചാൽ വരും, എറണാകുളത്ത് വരും, ഇവരോട് സംസാരിക്കും, സ്നേഹം പങ്കിടും. അതിൽ പിന്നെ മാഷ്ട നാട്ടുകാർക്ക് സിനിമാ നടനാവുന്നതിന് മുമ്പേ അറിയാവുന്ന നാട്ടുകാരെ. സിനിമാ നടനല്ല, നമ്മുടെ നേരത്തെ കൂട്ടി അറിയാവുന്ന വെച്ച് കഴിഞ്ഞാൽ അവർക്കാരും നമ്മൾ സിനിമാ നടനാവൂല. അവർക്ക് പഴയ ആൾക്കാർക്ക് പഴയ ആൾ തന്നെയല്ലേ. പോയി നല്ല കാര്യം എന്ന് വെച്ചാൽ എന്നാത്താൻ കേസ് കൂടില്ല. ആ ക്യാരക്ടറിനെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായതാ. ഞങ്ങൾ ഒരുമിച്ചാണ് ഇതിൽ അഭിനയിക്കുന്നത്. അന്ന് കണ്ട മുതൽ ഇന്നലെ വരെ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ല. പക്ഷേ ഇന്നലെ അത്രയും മാത്രം നമ്മളെ എന്താ പറയുക, ഒരു കുടുംബത്തിൽ അതെല്ലാവരുമായിട്ട് ആ ഒരു സൗഹൃദം, പ്രത്യേകിച്ച് ഇന്നത്തെ സിനിമയിൽ അങ്ങനെയുള്ളവർ കാണാനായിട്ട് വളരെ ബുദ്ധിമുട്ട്, നമുക്കറിയാമല്ലോ. പക്ഷേ മാഷ അതല്ല. മാഷ് ബന്ധങ്ങൾ അന്ന് സത്യസന്ധമായിട്ടാണോ, അതിൽ ഒരു മുതലെടുപ്പോ ഇത് ഒരു ലേശം ഇല്ലാത്ത ഒരു മാഷിനെ കൊണ്ട് സിനിമ എഴുതാൻ പറ്റും സീരിയസിൽ. അത്രയും അനുഭവങ്ങളും 100%. അല്ലല്ല, സീരിയസിൽ പറ്റും. പറഞ്ഞു ചേട്ടനാണ് ആ കമന്റ് ഇട്ടേന്നാണ് ആയിക്കോട്ടെ, നല്ലതല്ലേ ഒരാൾ എഴുതിട്ട് അങ്ങനെ എന്റെ പേരിൽ ഒരു ഫേക്ക് അല്ല. ഞാൻ ചോദിച്ചെന്താ വെച്ചാ, ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നത് ഒരു 24/7 ജോലിയാണ്. ഇത്ര 8 മണിക്കൂർ 9 മണിക്കൂർ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ആക്ടറും അങ്ങനെ തന്നെയാണ്, ഓൾമോസ്റ്റ് ഒരു 24/7 ജോലിയാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ എങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്നത്? നമ്മൾ വിചാരിച്ചതിൽ നടക്കും, എല്ലാം നടക്കും. എനിക്ക് അളന്നു കുറിച്ചൊക്കെ പറയും, പക്ഷെ പറയുമ്പോ മൊത്തം മറ്റേ മോട്ടിവേഷൻ കോട്സ് ആയിരിക്കും. അല്ലേ, നമുക്കൊന്നും പറ്റില്ല. അവർക്ക് വീട്ടിലിരുന്നാൽ ഒന്നും പറ്റില്ല. ഇതൊക്കെ ഞാൻ ചെയ്യുന്ന അങ്ങനല്ല, നമുക്ക് അങ്ങനല്ല, എല്ലാം ചെയ്യാനും നമുക്കൊന്നും പറ്റുകയും ചെയ്യില്ല. പക്ഷേ ഇത് സൈഡാക്കി ഇല്ലേ, മറ്റു പൊതുപ്രവർത്തനം പോവാതെ വീട്ടിലിരിക്കുന്നവരെ കൊണ്ട് നമുക്ക് നാട്ടിൽ വലിയ ഗുണമൊന്നുമില്ലല്ലോ. അല്ല, അതിനകത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. വിശേഷം ചെയ്യുമ്പോഴേ ഈ അച്ഛനും മോളും തമ്മിലുള്ള ഭയങ്കര ഒരു ഇന്ത്യ കാര്യം. ഞാനും അതേ പ്രായമുള്ള ഒരു മോളുടെ അച്ഛനാണ്. എനിക്ക് ആ പെർഫോം ചെയ്യുന്ന കണ്ടപ്പോഴേ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മോളുടെ കല്യാണമാണല്ലോ. എൻ്റെ മോളുടെ കല്യാണമാണോ ഇപ്പോൾ ഈ ഓഗസ്റ്റ് 17 21 മോള്. അപ്പം എനിക്ക് ആ സീനൊക്കെ ഇവർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ആ സ്ക്രിപ്റ്റ് ഫുൾ ആദ്യം പോലെ വായിച്ചു പോരുന്നതാണ്. അതപ്പോൾ എങ്ങനെ ഞാൻ ആ സീനിൽ ഞാനുണ്ട്. പക്ഷേ ഈ അച്ഛനും മോളും തമ്മിലുള്ള ചില നോട്ടങ്ങൾ, അത് ഡയറക്ടർ അങ്ങനത്തെ ഡയലോഗ്സ് പറയാണ്ട് നോട്ടങ്ങൾ, ഒരു താളം, അതൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സത്യമായിട്ട് എനിക്ക് കണ്ണീര് വന്നു. സീരിയസ്ലി എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ടാണോ ശങ്കരം കൊണ്ട് എനിക്ക് കണ്ണീര് വന്നു. ഞാൻ പെർഫോം ചെയ്യാനായിട്ടില്ല, രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ചില സീനൊക്കെ ഉണ്ട്, അത് ഈ പറഞ്ഞ പോലെ പോസ് ചെയ്തിരുന്ന് ചിരിച്ചിട്ട് ബാക്കി കാണാൻ വേണ്ടി പോസ് ചെയ്ത് ടെക്ഷൻ കൊടുക്കുന്നത്. നീ കഞ്ചാവും കള്ളൊക്കെ തുടങ്ങിയിട്ടുണ്ട് സാധനമൊക്കെ പറഞ്ഞ ആ ടോണൊക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര രസാട്ടോ. ലൈറക്കയില് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു കൊടുക്കൽ വാങ്ങൽ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ നമ്മളെ. അതൊരു എനിക്ക് ഏറ്റവും നന്നായിട്ട് അത് ഫീൽ ചെയ്തത് ഇദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത് എനിക്ക്. അല്ലല്ല, ഞാൻ എനിക്ക് വളരെ നന്നായിട്ട്, നമ്മളതിനിപ്പോൾ അത്ര നന്നായിട്ട് ചെയ്തൊരു കാര്യമൊന്നുമില്ല. പക്ഷെ നമുക്ക് അങ്ങനെ ഇങ്ങോട്ട് കിട്ടുമ്പോഴാണ് കുറച്ചുകൂടി അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. അത് നന്നായിട്ട് ശരിക്കും പറഞ്ഞാൽ തീർച്ചയായും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചിഹ്നമാണെങ്കിലും ആനന്ദല്ല, എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അമ്മയും മോളും. അതെ 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 അതെ. പിന്നെ ഈ ആനന്ദ് സിനിമയിൽ ആദ്യമായി എന്ന് പറയുന്നത് എനിക്ക് തീരെ പിന്നെ
സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും, പക്ഷെ അദ്ദേഹം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച ഒരു വലിയ പക്വതയുള്ള ഒരു നടനായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്.